വൈക്കം തെക്കേനട ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ മരങ്ങൾ വഴിയാത്രക്കാർക്ക് ദുരിതമാകുന്നു. റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളുടെ ചില്ലകൾ ഒടിഞ്ഞു വീണ അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാവുകയാണ്. വിദ്യാർത്ഥികൾക്കും ഇതുമൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. എന്നാൽ മരം വെട്ടിമാറ്റാനുള്ള നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. വൈക്കം മുഹമ്മദ് ബഷീറും തകഴിയും ഉൾപ്പെടെയുള്ളവർ പഠിച്ചതാണ് വൈക്കം തെക്കേനടയിലെ ഈ സ്കൂൾ. സ്കൂളിന് മുന്നിലായാണ് അപകടകരമായ രീതിയിൽ മരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത്. ഇതാണ് വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും ഒരുപോലെ ഭീഷണിയാകുന്നത്. ഈ മരച്ചില്ലകൾ പല പ്രാവശ്യമായിട്ട് ഒടിഞ്ഞു വീഴും. ഇപ്പം മരം മതിലെ ചാരി നിൽക്കുക, ഭയങ്കര അപകടാവസ്ഥയിലുള്ള ആണ്. അതിനിടയ്ക്ക് ഒരു അംഗനവാടി ഉണ്ട്, ഒരു ഡേ കെയറും ഉണ്ട് അംഗനവാടി ഒടിഞ്ഞു കയറുന്നത്. അതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടികളെ എപ്പോഴും യാത്ര ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. ഒരു സെക്കൻഡിൽ ഒരു 10-30 വണ്ടി കടന്നു പോകുന്ന സ്ഥലമാണ്. അതുകൊണ്ട് റോഡിലേക്ക് ചാഞ്ഞു തന്നെ 11 കെ വി ലൈനും അതിനോടൊപ്പം തന്നെയുണ്ട്. ഇത് 11 കെ വി ലൈനെ വീണാലും അപകടമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കോട്ടയം, ആലപ്പുഴ ഭാഗങ്ങളിലേക്കെല്ലാം വാഹനങ്ങൾ കടന്നു പോകുന്നത് ഈ റോഡ് വഴിയാണ്. ബലക്കുറവുള്ള മഞ്ചാടി മരത്തിന്റെ കമ്പുകൾ പലതവണ റോഡിലേക്ക് വീണ് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമുണ്ടായ ശക്തമായ കാറ്റിൽ വലിയ മരച്ചില്ല റോഡിലേക്ക് വീണിരുന്നു. ഇതുവഴി കടന്നുപോയ ഇരുചക്ര വാഹനത്തിലുണ്ടായിരുന്നയാൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. സ്കൂൾ അധികൃതർ ഇതിനു വേണ്ടി പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിട്ടില്ല. നിരവധി വാഹനങ്ങൾ വൈക്കം, വെച്ചൂർ, കുമരകം, കോട്ടയം, ആലപ്പുഴ ഭാഗത്തേക്ക് 10,000-കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡാണ്. ഇതുമൂലം ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് ഉത്തരവാദിത്തം മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ അധികാരത്തിൽ പെടുന്നതാണ് ഈ സ്കൂളുകൾ. അതിനുവേണ്ട നടപടികൾ എത്രയും പെട്ടെന്ന് എടുക്കേണ്ടതാണ്. ജില്ലാ കളക്ടർ അടക്കമുള്ളവരോട് പലതവണ പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും ഇതുവരെ ബന്ധപ്പെട്ട അധികൃതർ സ്വീകരിച്ചിട്ടില്ല. മരം മുറിക്കാനുള്ള അനുമതി ലഭിക്കാത്തതാണ് ഇതിന് കാരണമെന്നും നാട്ടുകാർ പറയുന്നു. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.